തറ നന്നായാലേ വീട് നന്നാവുള്ളൂ. ഓണം എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്സിൽ 1 മാർക്കായിരുന്നു. മാത്സിൽ 1 മാർക്ക് കിട്ടിയ ഞാൻ എങ്ങനെ BSc മാത്സ് എടുത്തു. 10ൽ നിന്ന് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി വന്നത് ആ ക്ലബ്ബ് തന്നെയാണ്. ആ ക്ലബ്ബിൽ നിങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും കുറയില്ലാന്ന് ഞാൻ പ്രോമിസിങ് തരാണ്. സാറേ, നിങ്ങൾ എങ്ങനെയാണ് എജുപോർട്ടിൽ എത്തിയത്? ഇതാണ് ഓരോ എക്സാം കഴിയുമ്പോൾ പലരുടെയും സംശയം, പലരുടെയും എന്താ പറയുക മെസ്സേജുകൾ ഉണ്ടായിരിക്കില്ലേ. ആദ്യം തന്നെ ഞാൻ അത് പറയുന്നതിന് മുമ്പ് എൻ്റെ 9ാം ക്ലാസ്സിലെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ 9ാം ക്ലാസ്സിലെ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്സിൽ 1 മാർക്കായിരുന്നു. മനസ്സിലാക്കണം മക്കളെ, 1 മാർക്ക് മാത്രം കിട്ടിയ ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അതായത് തോറ്റു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്തോ ഒരു നിയമം ഉണ്ടായിരുന്നു, 0 മാർക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം കുട്ടികളെ മാനസികമായിട്ട് ഭയങ്കര തളരുന്നേ. 1 മാർക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ചാടി കളിക്കല്ലേ, നമ്മൾ പടക്കം പൊട്ടിക്കല്ലേ ചെയ്യണേ. പോട്ടെ, കാര്യത്തിലേക്ക് പോട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെ 1 മാർക്ക് കിട്ടി ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് അന്ന് മാത്സിലായിരുന്നു 1 മാർക്ക്. അതായത് ബാക്കി എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, മാത്സിലായിരുന്നു എനിക്ക് ഈ 1 മാർക്ക് കിട്ടിയത്. ബാക്കി എല്ലാ സബ്ജക്റ്റിലും കുഴപ്പമില്ലാത്ത മാർക്ക്, ഞാൻ അടിപൊളി മാർക്ക് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ 1 മാർക്ക് കിട്ടിയ സമയത്ത് പിന്നീട് എൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ +2 +1 പിന്നീട് ഞാൻ സയൻസ് ആണ് എടുത്തത്. ആ സയൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിഗ്രി എടുക്കുന്നത് BSc മാത്സ് ആണ്. BSc മാത്സ്, അതായത് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, മാത്സിൽ 1 മാർക്ക് കിട്ടിയ ഞാൻ എങ്ങനെ BSc മാത്സ് എടുത്തു. പോട്ടെ, B.Edഉം ഞാൻ എന്ത് തന്നെയാണ് മക്കളെ, B.Edഉം വരുന്നത് മാത്സ് തന്നെയാണ്. B.Ed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചർ ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. ടീച്ചർ ആവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു കോഴ്സാണ് B.Ed എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അറിയായിരിക്കും, പിന്നെ കുഞ്ഞുമക്കളായതുകൊണ്ട് ഒരു പക്ഷേ അറിയായിരിക്കും. പിന്നെ എപ്പോഴാണ് സാറ് ഹിസ്റ്ററി എടുത്തത്? അത് ഞാൻ PG എന്ത് ചെയ്യുന്നുണ്ട്, ഇനി ഡിഗ്രിയാണ് ഹിസ്റ്ററി എടുക്കാൻ. അപ്പോഴാണ് ഞാൻ PG MA ഹിസ്റ്ററി എടുക്കുന്നത്. അങ്ങനെ സോഷ്യൽ സയൻസിന്റെ അധ്യാപനായി. അപ്പൊ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സാറേ പിന്നെ 1 മാർക്ക് കിട്ടിയ സാർ ഇതൊക്കെ എടുത്തു കൂട്ടിയത്? യെസ്, എന്നാ കേട്ടോളൂ, നിങ്ങൾക്കൊക്കെ പറ്റിയ സംഭവം. അതായത് എല്ലാവരും, അതായത് നമ്മുടെ കേരളത്തിലെന്നല്ല പുറത്തേക്ക് എല്ലാവരും ഏത് സബ്ജക്റ്റിലാണ് വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയ സബ്ജക്റ്റ് അത് മാത്സ് ആണെന്ന് തന്നെ പറയുള്ളൂ. എന്നിട്ട് സാറ് മാത്സ് ഒക്കെ എടുത്ത് എങ്ങനെ പഠിച്ചത്? ഇതായിരിക്കില്ല ചോദ്യം. യെസ്, അതായത് അന്ന് തുടങ്ങിയ ഒരു സംഭവമാണ്, നമ്മൾ സ്കൂളിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. അതായത് 9 ഇങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീക്കായ കുട്ടികൾ ഏത് സബ്ജക്റ്റിലാണോ വീക്ക് ആ സബ്ജക്റ്റ് മാത്രം തിരഞ്ഞെടുത്തിട്ട് ആ സബ്ജക്റ്റിന് മാത്രമായിട്ട് ഒരു ക്ലബ്ബ്. അത് ഞങ്ങളുടെ സ്കൂളിലുണ്ടല്ലോ സാറേ ക്ലബ്ബ്. അത് ആ ക്ലബ്ബിൽ IT ക്ലബ്ബ്, പിന്നെ അതുപോലെ ഹരിത ക്ലബ്ബ്, അത് വേറെ, അത് നമ്മുടെ ഇത്. പക്ഷെ ഇതിനു വേണ്ടി മാത്രം ഞങ്ങളുടെ ഒരു അധ്യാപകൻ എന്ത് ചെയ്തു, ഇതിനൊരു ഭയങ്കരതായിട്ട് മൂപ്പരന്നെ ഒരു മേൽക്കൈ എടുത്തിട്ട്, അല്ലെങ്കിൽ മൂപ്പരന്നെ നിയന്ത്രണത്തിൽ മൂപ്പരിങ്ങനെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഞങ്ങളോട് സ്പെഷ്യലായിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ഓരോ ക്ലബ്ബുകൾ തുടങ്ങി. അതിൽ ഞാൻ ഉണ്ടായ ക്ലബ്ബാണ് മാത്സിൽ ഞാൻ ഉണ്ടായി. കാരണം മാത്സിലാണല്ലോ ഞാൻ വീക്ക്. അപ്പോൾ മാത്സ് ക്ലബ്ബിൽ ഞാൻ ഉണ്ടായി. ഈ മാത്സ് ക്ലബ്ബിലേക്ക് ഞാൻ എത്തിപ്പെട്ട മുതൽ എനിക്ക് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിപ്പിച്ചു തരാൻ തുടങ്ങി. അതായത് തറ മുതൽ പഠിപ്പിച്ചു തുടങ്ങി. തറ നന്നായാലേ വീട് നന്നാവുള്ളൂ. ഇങ്ങനെ പഠിപ്പിച്ചു തന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് SSLC ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം സെക്കൻഡ് എനിക്ക് ഓർമ്മ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അതേപോലെ തന്നെ അതായത് സാധാരണ നമ്മൾ എപ്പോഴും പറയില്ല IT പിന്നെ ലാംഗ്വേജ് ഇതിലൊക്കെ എങ്ങനെയായാലും A+ കിട്ടുമെന്ന് പറയാറുണ്ട്. അന്നും അതന്നായിരുന്നു പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് എനിക്ക് മാത്സിലും ഏറ്റവും നല്ല മാർക്കിന് കിട്ടി. അതേപോലെ തന്നെ +1 +2 ഞാൻ സയൻസ് എടുത്തു. അതിലെനിക്ക് മാത്സ് തന്നെയായിരുന്നു. പിന്നീട് എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെ മാത്സിൽ 9ാം ക്ലാസ്സിൽ 1 മാർക്ക് കിട്ടി. അതായത് തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്ന ഞാൻ പിന്നീട് BSc മാത്സ്, അതായത് വെറും മാത്സ് മാത്രം പഠിക്കുന്ന 3 വർഷത്തെ ഡിഗ്രി എടുത്ത് ഞാൻ മാത്സ്. മക്കളെ, ഇത് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സബ്ജക്റ്റിൽ വീക്കായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും വീക്കായിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ തിരഞ്ഞെടുത്ത് നമ്മൾ ഓരോ ക്ലബ്ബ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓരോ ക്ലബ്ബ് തുടങ്ങിയിട്ട് നിങ്ങളെ ഓരോ ദിവസങ്ങളിലും അതിനു വേണ്ടിയിട്ട് മെന്റർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഗ്രൂപ്പുകൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് മാത്സിന്റെ ബേസിക് പറഞ്ഞു തന്ന് ആ മാത്സിന്റെ ബേസിക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ തന്ന് അങ്ങനെ മാത്സിൽ സെറ്റാക്കി കൊണ്ടുവരും. സാർ ഇത് മാത്സിൽ മാത്രമാണോ? അല്ല, ഓരോ സബ്ജക്റ്റിലുണ്ട്. ചിലർക്ക് എന്താണ് സയൻസ് സബ്ജക്റ്റിലൊക്കെ ഓക്കെയാണ്, സോഷ്യൽ സയൻസ് പറ്റില്ല. അതിനാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ പേടിക്കണ്ടല്ലോ അല്ലേ. സോഷ്യൽ സയൻസിന് ഞങ്ങളായിട്ടും മാത്സിന് നമ്മുടെ ഓരോ ടീച്ചേഴ്സും, ഫിസിക്സിന് ദാനിഷ് സാറും സുഹൈൽ സാറായിട്ടും, ഇങ്ങനെ ഓരോ സബ്ജക്റ്റിന് കെമിസ്ട്രിക്ക് ആണെങ്കിൽ റിജു സാർ ആവട്ടെ, അസ്ലം സാർ ആവട്ടെ, ഇങ്ങനെ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നത്. അങ്ങനെ ഏറ്റവും രീതിയിൽ A+ എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് മാത്രം നിങ്ങളെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട്, എന്ന് വെച്ചാൽ മറ്റേ സബ്ജക്റ്റ് ഇല്ല എന്നല്ല, മറ്റേ സബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ ക്ലാസ് തരുന്നുണ്ട്. ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട്, അതായത് എനിക്ക് 9ാം ക്ലാസ് എനിക്ക് 10ൽ നിന്ന് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി വന്നത് ആ ക്ലബ്ബ് തന്നെയാണ്. അതിന്റെ കുറച്ചും കൂടി, അതൊരു 10 വർഷം മുമ്പാണ്, അതിന്റെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് നമ്മൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അതായത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളെ സെറ്റാക്കിയിട്ട് നിങ്ങളെ ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്, നിങ്ങൾ ആ ക്ലബ്ബിലുണ്ടോ ആ സബ്ജക്റ്റിൽ നിങ്ങളുടെ മാർക്ക് കുറയില്ല. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ആ ക്ലബ്ബിൽ നിങ്ങളുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും കുറയില്ലാന്ന് ഞാൻ പ്രോമിസിങ് തരാണ്. കാരണം ആ ക്ലബ്ബിൽ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൂടെ തന്നെ നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന, അതായത് കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഒരുമിച്ച് ഇത് മുന്നേറും, അടിപൊളിയാക്കിയിട്ട് പോകും. അപ്പോൾ സെറ്റാക്കുക.
നമ്മൾ A+ൽ കുറഞ്ഞതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കേണ്ട. സെറ്റിലെ മക്കളെ, ഹാപ്പി ആയിരിക്കുക.